ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറും 2 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ എക്സസൈസ് ആണ്. ഇതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വളരെ ചെറിയ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മൂലം തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ചെറിയ എക്സസൈസ് ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഫൂട്ട് റോളിംഗ് ആണ്. അതായത് ഒരു ചെറിയ ബോൾ, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ നമ്മളെ ബാഡ്മിൻ്റൺ ബോളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇത് നമ്മുടെ ഫൂട്ടിൻ്റെ അടിയിൽ, അതായത് കാൽപാദത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് റോള് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഹീൽസിലുണ്ടാവുന്ന ഉപ്പൂറ്റി ഉണ്ടാവുന്ന വേദന കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് നല്ലൊരു എക്സസൈസാണ്. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹീൽസിലുള്ള ഫേഷ്യ എന്ന് പറയുന്ന ഒരു ആവരണത്തിന് ഇൻഫ്ലമേഷൻ വരുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ നമുക്ക് കാല് നിലത്ത് വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇങ്ങനെയുള്ളവർക്ക് നല്ല പെയിൻ ഉണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടാവും. ഒരുപാട് നേരം നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഉള്ളവർക്ക് ഇത് പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് കൊണ്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതുമൂലം നമ്മൾ കുറേ നാൾ നമുക്കിങ്ങനെ ഹീൽസിലൊക്കെ വേദന ഉണ്ടാവുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ്, അതുപോലെ തൊടയിലെ മസിൽസ്, ഇങ്ങനെയുള്ള മസിൽസിനും ഒക്കെ വേദന വരാം. അതുപോലെ തന്നെ നമ്മുടെ മുട്ട് വേദന, ഹിപ്പിൽ വേദന വരാം, നമ്മുടെ ലോവർ ബാക്കിൽ വേദന വരാം, അതുപോലെ നമ്മുടെ നെക്കിൻ്റെ ബാക്ക് റീജിയനിൽ വേദന വരാം. നമ്മുടെ പോസ്ചർ കറക്റ്റ് അല്ലാതിരിക്കുന്നത് മൂലം, നമ്മൾ കാലിനുള്ള പ്രശ്നം മൂലം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെ വരാവുന്നതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ ഈ ഒരു എക്സസൈസ് മൂലം സാധിക്കുന്നതാണ്. ഒരുപാട് സമയം നിൽക്കുന്നവരും നടക്കുന്നവർക്കും ഒക്കെ അവരുടെ പോസ്ചർ കറക്റ്റ് ആക്കാനും നമ്മുടെ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണിത്. അപ്പോൾ നമ്മുടെ കാലിലുള്ള മസിൽസൊക്കെ വളരെ ടൈറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ അവിടെ ഭയങ്കര ഹാർഡാവുകയും അതുപോലെ തന്നെ കാലിനൊക്കെ വേദന വരികയും ചെയ്യാറുണ്ട്. ഇത് കുറക്കാൻ ഈ ഒരു എക്സസൈസ് മൂലം സാധിക്കും. അതുപോലെ തന്നെ കാലിൻ്റെ വേദന കുറക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്ക് മൊത്തമായിട്ട് ഒരു റിലാക്സേഷൻ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. കാരണം നമ്മുടെ ബോഡിയിലുള്ള പല നെർവിൻ്റെ എൻഡിങ്സും നമ്മുടെ കാൽപാദത്തിൻ്റെ അടിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബോഡിക്ക് നല്ലൊരു റിലാക്സേഷൻ തരാനും അതുപോലെ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്നതാണ്. അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കാലിന് നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ടും ഇതുമൂലം സാധിക്കുന്നതാണ്. പിന്നെ നമുക്കുണ്ടാവുന്ന ഒരുപാട്, അതായത് സെൻസറി നെർവ്സിൻ്റെ സ്റ്റിമുലേഷൻ നടക്കുന്നത് മൂലം തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കാനും അതുപോലെ തന്നെ BP ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും പൾസൊക്കെ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ ലെവൽ കൂടിയിട്ടാണുള്ളതെങ്കിൽ അത് കുറക്കാനും ഒക്കെ ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൂട്ടാനും നമ്മുടെ ഒരു കോർഡിനേഷൻ പവറൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സിനും നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെ ഈ ഒരു ചെറിയ എക്സസൈസ് മൂലം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് മൊത്തമായിട്ടൊരു റിലാക്സേഷൻ കിട്ടുകയും കാലിനൊക്കെ നല്ല ഒരു റിലാക്സിങ് ഫീലിംഗ് കിട്ടുകയും, ഒരുപാട് ടയേർഡൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് നിന്ന് നടന്ന് ജോലി ചെയ്ത് ടയേർഡ് ആവുന്നവർക്ക് കാലിന് നല്ല റിലാക്സേഷൻ കിട്ടാനും നമ്മൾ വേദനയൊക്കെ കുറക്കാനും സഹായിക്കുന്ന ഒരു എക്സസൈസാണിത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രം നമുക്കിതിന് സ്പെൻഡ് ചെയ്താൽ മതി. ഒരു കാലിന് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ടു 2 മിനിറ്റ് മാത്രം മതി. അത്ര സമയം മാത്രമാണ് നമ്മളൊരു കാലിന് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ഇരുന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളൊരു സോഫയിലോ അല്ലെങ്കിൽ ഒരു ബെഡിലോ ഒക്കെ ഇരുന്നിട്ട് കുറച്ച് മുമ്പോട്ടിരുന്ന് നമ്മുടെ ബോഡിയുടെ ഒരു വെയിറ്റ് കാലിലേക്ക് കൊടുത്തിട്ട് കാലിൻ്റെ അടിയിൽ ബോൾ വെച്ചിട്ട് നമ്മുടെ ഹീല് മുതൽ ടോ വരെ റോൾ ചെയ്യുക. അങ്ങനെ പിറകോട്ടും മുമ്പോട്ടും ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്പെസിഫിക് ആയിട്ട് വേദനയുണ്ടെങ്കിൽ ആ ഒരു പാട്ടിൽ ഒരു 15 സെക്കൻഡ് നമുക്ക് റൗണ്ടായിട്ട് റോൾ ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് നാൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്യാവുന്നതാണ്. നിന്നിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ആ ഒരു കാലിലേക്ക് കൊടുത്തിട്ട് ആ ഒരു പ്രഷറിൽ നമുക്കിതുപോലെ റോൾ ചെയ്യാവുന്നതാണ്. ഒരു 2 മിനിറ്റ് മാത്രം മതി ഒരു കാലിന് ചെയ്യാൻ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ നല്ല ഒരു റിലാക്സേഷനും അതുപോലെ ഫുൾ ബോഡിയിൽ തന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. വെറും കാലിന് മാത്രമല്ല, ഫുൾ ബോഡിക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.